അടുത്ത ടോപ്പിക്കാണ് ഇക്കോളജിക്കൽ സക്സഷൻ. നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഈ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണേ, എന്ത് ഇൻഫ്ലുവൻസ് ആണ് അവർക്ക് ഉണ്ടാവണേ എന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ അത് എങ്ങനെയാണ് ആ ഒരു എൻവയോൺമെൻറ്റിലെ ചേഞ്ച് അനുസരിച്ച് അവരുടെ സ്പീഷീസ് മാറുന്നത്, ഒരു പുതിയ ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതാണ് അടുത്തത് ഇക്കോളജിക്കൽ സക്സഷനിൽ പറയുന്നത്. സോ കമ്മ്യൂണിറ്റി ബേസിൽ നോക്കുമ്പോൾ ആസ്പെക്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ദാറ്റ് റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റ്. സോ കമ്മ്യൂണിറ്റികൾ ഈ എൻവയോൺമെൻറ്റിനനുസരിച്ച് ഓരോ കമ്മ്യൂണിറ്റികളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ ടൈം എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിറ്റിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റി എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമല്ല, കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ചേഞ്ചസ് വരുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേകത ദർ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ. ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ പെർട്ടിക്കുലർ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഉണ്ട് ദാറ്റ് കീപ്പ് ഓൺ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്. ഓരോ കമ്മ്യൂണിറ്റിയും അതിൻ്റേതായൊരു കോമ്പോസിഷനും സ്ട്രക്ചറുമുണ്ട്, അത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സീക്വൻഷ്യൽ ആയിരിക്കും, അതുപോലെ പാരലൽ ആയിരിക്കും. സോ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ആ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാകുന്ന ആ ചേഞ്ചുകൾ, അതിൻ്റെ കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ, ആ ചേഞ്ചുകൾ എങ്ങനെയാണ്? സീക്വൻഷ്യലി അല്ലെങ്കിൽ പാരലലി അക്കോർഡിംഗ് ടു ദ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. സോ എല്ലാ കമ്മ്യൂണിറ്റിയും അതിൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അനുസരിച്ച് ആ റെസ്പോൺസിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ അല്ലെങ്കിൽ പാരലലായിട്ടാണ് ഈ ചേഞ്ചുകൾ നടക്കുന്നത്. ആ സീക്വൻഷ്യൽ പാരലലായിട്ടുള്ള ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിന് അനുസരിച്ച് സീക്വൻഷ്യലി അല്ലെങ്കിൽ പാരലലി ആയിട്ടാണ് ഓരോ കമ്മ്യൂണിറ്റീസിലും ചേഞ്ച് സംഭവിക്കുന്നത്. ഈ ചേഞ്ച് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ദീസ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ എ കമ്മ്യൂണിറ്റി. സോ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്ന സീക്വൻഷ്യലി പാരലലായിട്ടുള്ള ആ ചേഞ്ചുകൾ ദ ലീഡ് ടു എ കമ്മ്യൂണിറ്റി, അത് വേറൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് നിയർ ഇക്വിലിബ്രിയം വിത്ത് എൻവയോൺമെൻറ്റ്. സോ ആ എൻവയോൺമെൻറ്റിലെ ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഒരു ടൈപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് ആ കമ്മ്യൂണിറ്റി മാറുന്നു. ആ ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റേതായൊരു കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഉണ്ട്. സോ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനനുസരിച്ച് ഈ കമ്മ്യൂണിറ്റികൾക്ക് മാറ്റം വരുന്നുണ്ട്. ദ കീപ്പ് ഓൺ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്. അത് സീക്വൻഷ്യലി ആൻഡ് പാരലലി ആണ് ആ ചേഞ്ചുകൾ അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾക്കനുസരിച്ച് വേറൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു. ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത അത് പ്രസൻറ്റ് എൻവയോൺമെൻറ്റിന് ഇക്വിലിബ്രിയമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു. അങ്ങനെ ആ എൻവയോൺമെൻറ്റിൽ ഇക്വിലിബ്രിയമായിട്ടുള്ള കമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ഉണ്ടാകുന്ന ഫൈനൽ ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. സോ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജ്വൽ ആൻഡ് ഫെയർലി പ്രിഡിക്റ്റബിൾ ചേഞ്ച് ഇൻ ദ സ്പീഷീസ്. ഒരു സ്പീഷീസിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ സ്പീഷീസിലുണ്ടാകുന്ന ഗ്രാജ്വൽ ആയിട്ടുള്ള നമുക്ക് ഫെയർലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് എ ഗിവൺ ഏരിയ. സോ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള സ്പീഷീസുകൾക്ക് ഗ്രാജ്വലായിട്ട് അല്ലെങ്കിൽ ഫെയർലി പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് അതിന് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. സോ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഗിവൺ ഏരിയയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടുത്തെ സ്പീഷീസിൻ്റെ കോമ്പോസിഷനിൽ ഗ്രാജ്വലായിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നു. സോ ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്കാണ് എത്തുന്നത്. സോ ആ ചേഞ്ചുകൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചുകൾ അതിൻ്റെ എൻവയോൺമെൻറ്റിനനുസരിച്ചുള്ള ചേഞ്ചിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് ചേഞ്ച് വന്ന് ഒരു നിയർ ഇക്വിലിബ്രിയം വിത്ത് അറ്റ് പ്രസൻറ്റ് എൻവയോൺമെൻറ്റിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുമ്പോൾ അതിനെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. സോ അതുപോലെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ സ്പീഷീസിൻ്റെ കോമ്പോസിഷനിൽ പ്രെഡിക്റ്റബിളായിട്ടും അല്ലെങ്കിൽ ഗ്രാജ്വലായിട്ടുള്ള ഒരു ചേഞ്ച് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുക. സോ ഈ ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട് ചില സ്പീഷീസ് എന്ത് ചെയ്യുന്നു? അവിടെ പുതുതായിട്ടുണ്ടാകുന്നു, കോളനൈസ് എൻ ഏരിയ. സോ ചില സ്പീഷീസിൻ്റെ പോപ്പുലേഷൻസ് ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ബിക്കം ന്യൂമറസ്.
അതേസമയം ചില അതർ സ്പീഷീസ് ഓഫ് പോപ്പുലേഷൻ ഡിക്ലൈൻ, കുറയാൻ തുടങ്ങും, ഒരു പക്ഷേ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവാനും തുടങ്ങുന്നു. സോ ഇക്കോളജിക്കൽ സക്സഷനിൽ പുതിയ സ്പീഷീസിൻ്റെ പോപ്പുലേഷൻസ് കോളനൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ നമ്പർ കൂടാം. ഒരു പക്ഷേ ചില സ്പീഷീസ് നമ്പർ കുറയാം, ഒരു പക്ഷേ ആ സ്പീഷീസ് അങ്ങനെ തന്നെ ഇല്ലാണ്ടും ആയേക്കാം. ഇങ്ങനെയാണ് ഇക്കോളജിക്കൽ സക്സഷനിൽ സംഭവിക്കുന്നത്.